അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ കഴിച്ച് രൂപമൊക്കെ മൊത്തം ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലോട്ട് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഇപ്പം നമ്മൾ പോകുന്നത് അർത്തുങ്കൽ ബീച്ചിലോട്ടാണ് കേട്ടോ. ഇരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബ് നോക്കി നടന്ന് അവസാനം നമ്മൾ ബീച്ചിലാണ് എത്തിയത്. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നേ. നമ്മൾ മാത്രമല്ല, വേറെ ഫാമിലീസും ആൾക്കാരൊക്കെ അവിടെ ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ നേരെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. പിള്ളേർ രണ്ടും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് ഓടിക്കളിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയ ത്രില്ലിലായിരുന്നു അവർ. അങ്ങനെ കൊണ്ടുപോയ ഫുഡ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത് ഏതാണ് നമ്മൾ കൊണ്ടുപോയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചത് പള്ളിയിൽ നിന്ന് വാങ്ങിച്ച ചരടൊക്കെ കെട്ടിക്കൊടുത്ത് നമ്മളവിടെ കുറേ അധികം നേരം റെസ്റ്റ് എടുത്തിരുന്നായിരുന്നു കേട്ടോ. പിള്ളേർ അവരുടേതായിട്ടുള്ള ലോകത്ത് ഭയങ്കര തിരക്കായിരുന്നേ. ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അവർ ടോട്ടലി ഹാപ്പി ആയിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇനിയുള്ള പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ അതിൽ കൊച്ചുങ്ങൾ ടോയ്സ് വേണ്ടി ബഹളമായിരുന്നു കേട്ടോ. വന്നപ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നത് കണ്ടപ്പോൾ അതിൽ ഓരോ സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ടോയ്സൊക്കെ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവനെയോ ആയിട്ട് കൊണ്ടുപോയിട്ട് ഓരോ സാധനത്തിലൊക്കെ ഇങ്ങനെ കളിപ്പിക്കണയൊക്കെ ഇരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഓരോ കടകളിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ കുറേ ഷോപ്പിലൊക്കെ കയറി കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് പിള്ളേർക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചാണ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നടന്നപ്പോൾ എന്നാൽ നമുക്കൊന്ന് മൂന്നാർ പോയാലോ എന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ അധികം നേരം നിന്ന് സമയം കളഞ്ഞില്ല. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേറെ വണ്ടി കയറിയായിരുന്നു. പിന്നീട് നമുക്ക് ഉണ്ടായ ഡൗട്ടെന്ന് വെച്ചാൽ ഇപ്പം പോകണോ അല്ലെങ്കിൽ നാളെ വെളുപ്പിനെ പോകണോ എന്നായിരുന്നു. പിള്ളേരുള്ള കാരണം ഈ വഴി തന്നെ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും വീട്ടിൽ പോയി പാക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. ഇപ്പോൾ എല്ലാവരും മൂന്നാർ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ. അങ്ങനെ എടുത്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു സൺസെറ്റും കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് ഫ്യൂൽ അടിക്കാനാണ് കേട്ടോ. വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയായിരുന്നേ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.